ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനകം ഈ നവ്യയോട് സംസാരിക്കുകയാണ്. അപ്പം നവ്യയെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് അവനോട് പറഞ്ഞേക്ക് ജോലിക്ക് പോകരുതെന്ന്. മൂർത്തീസ് കമ്പനിയെ തകർക്കാൻ നടക്കുന്ന എൻ ചില്ലറിലേക്ക് അവൻ മാനേജറായിട്ട് പോകരുതെന്ന് അവനോട് പ്രത്യേകം പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് നിങ്ങൾക്ക് അസൂയാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അവൻ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകും. ഞാനാണ് അവൻ ആ ജോലി മേടിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് അവൻ പോയിരിക്കും. നിങ്ങളുടെ അനുഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ കനകത്തോട് പറയണം. നവ്യേ, ഞാൻ പറയുന്ന കേക്ക്. അവനങ്ങനെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭവിഷ്യത്ത് തന്നെ നേരിടേണ്ടി വരും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങളായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചോ എങ്കിൽ അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കുന്നേ. എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കാൻ നിൽക്കണ്ട. നീ അബിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തേ നവ്യ മോളെ. ഇല്ല, ഞാൻ കൊടുക്കില്ല. അമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അമ്മ അങ്ങനെ അവനോടൊന്നും പറയണ്ടെന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. ഇത് കനകത്തിന് വല്ലാത്തൊരു ഷോക്കായി മാറിയിട്ടുമുണ്ട്. അപ്പോൾ ഈ നവ്യ ആണെങ്കിൽ അബിയോട് സംസാരിക്കണം. അമ്മ പറയുന്നത് നീ ജോലിക്ക് പോകരുതെന്നാണ് പറയുന്നത്. അവരെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ജലജ പറയണം, മോളെ അതെല്ലാം കുശുമ്പാണ്. ഇങ്ങനെയുണ്ട് അമ്മമാർ. ഇതെന്താണ് അമ്മമാർ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? നിന്നോട് അവർക്ക് ഇഷ്ടമൊന്നുമില്ലേ? നീ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് നയനയോട് നന്ദുവിനോട് മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിന്നോട് ഇങ്ങനെയൊക്കെ കിടന്ന് പറയേണ്ട കാര്യമുണ്ട്? എൻ്റെ മൂത്ത മകള് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നല്ലേ ഏതൊരമ്മമാരും ചിന്തിക്കുള്ളൂ. ഇവരങ്ങനെയല്ലല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ നവ്യയുടെ മനസ്സിങ്ങനെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. മോളെ, എനിക്ക് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. അതായത് നിന്നെയും അബിയെയും പിരിക്കാൻ വേണ്ടി ഇവരെ സകല കാര്യങ്ങളും പറയും. പക്ഷേ അതൊന്നും മോള് വിശ്വസിക്കരുത്. അറിയാലോ, ആദർശ് ഇപ്പം വലിയൊരു തകർച്ചയിൽ നിൽക്കുകയാണ്. അവൻ്റെ മോളാണ് ഈ ചന്തുമോള്. ഇനി എല്ലാവരും കൂടി വരുത്തി തീർക്കും. അബിയാണ് ചന്തുമോളെ അച്ഛനെന്നൊക്കെ വരുത്തി തീർക്കും. പക്ഷെ മോളെ, നീ അതൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ, ഞാൻ അങ്ങനെ ഇതെല്ലാം വിശ്വസിക്കാൻ വേണ്ടി ഒരു വണ്ടിയല്ല. എനിക്കറിയാം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്നെ ആർക്കും പറ്റിക്കാമെന്ന് കരുതുകയും വേണ്ട മോളെ. അതാണ് മോളെ ഏറ്റവും നല്ല കാര്യം. നിന്നെ ആർക്കും പറ്റിക്കാനായിട്ട് കരുതരുത്. നിന്റെ ജീവിതം തകർക്കണമെന്ന് മാത്രമേ എല്ലാവർക്കും ചിന്തയുള്ളൂ. അതുകൊണ്ട് ഏഞ്ചുലറി ജോലിക്ക് പോകുന്നത് അവർക്ക് ആർക്കും ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ മൂർത്തീസ് കമ്പനിയെല്ലാം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവരങ്ങനെയൊക്കെ പറയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും നല്ലതായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഈ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ മോളെ. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ രണ്ടുപേരും വഴക്കിടരുത്, സന്തോഷത്തോടെ ജീവിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇത്ര എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നവ്യയുടെ മനസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും അബി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നതാണ് നവ്യ കാണുന്നത്. അപ്പം നവ്യ അബിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അബി നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മൾ ഈ ജോലിക്ക് പോകും. നിനക്ക് അവിടെ മാനേജറായിട്ട് ജോലി കിട്ടിയതിൽ എല്ലാവർക്കും ഭയങ്കര കുശുമ്പാണ്. നിന്റെ അമ്മായിക്ക് വരെ കുശുമ്പ് മൂത്തങ്ങ് നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല അബി. ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്രസവത്തിന് മുമ്പ് തന്നെ നീ നല്ലവനായി മാറിയെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ പിന്നെ ഞാൻ നിന്നെ അവിശ്വസിക്കോ? ഒരിക്കലുമില്ല അബി. ഞാൻ നിന്നെ ഒരിക്കലും അവിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ നവ്യയെ കെട്ടിപ്പിടിക്കുകയാണ് ഇവിടെ അബി ചെയ്തത്. എന്നിട്ട് അബിയുടെ മുഖഭാവം അങ്ങോട്ട് മാറുന്ന ആ ഒരു സീനും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ നയനയെയും അതേപോലെ തന്നെ ആദർശിനെയും കാണിക്കണം. അപ്പോൾ ഈ നന്ദുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നന്ദു കാര്യങ്ങളെല്ലാം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചായിരുന്നു ആദർശേട്ടാ. പക്ഷേ ഈ ഡ്രൈവർ ഇതിനു മുമ്പും ഇതേപോലുള്ള കുറേ പ്രവർത്തികളെല്ലാം ചെയ്തിട്ടുണ്ടായി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പിടിക്കപ്പെടുന്ന ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഡ്രൈവറിനെ ആരെങ്കിലും കൊന്നതാണോ എന്ന് വരെ സംശയമുണ്ട്. അയാളങ്ങനെ ആത്മഹത്യ ചെയ്യാനെന്നുള്ളൊരു ഇതില്ല. പക്ഷേ അയാൾ ഉറപ്പായിട്ടും ആരെങ്കിലും കൊന്നതായിരിക്കും. ഇതിന് പിന്നിൽ ആരാണെന്നാണ് ആദർശേട്ട കണ്ടെത്തേണ്ടത്. സത്യങ്ങൾ തെളിയുമെന്നായി കഴിഞ്ഞപ്പോഴേക്കും അയാളിന് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശമാണെങ്കിൽ അതേ നന്ദു,
അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. നമ്മളെ തകർക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നന്ദു ഇത്രയും കിലോയുടെ സ്വർണ്ണമൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ തകർന്നൊരവസ്ഥയിലായി കാണും. ഇനി ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല നന്ദു എന്നൊക്കെ നമ്മുടെ ആദർശം പറയണം. ഉറപ്പായിട്ടും അതിനുള്ള വഴികളെല്ലാം കണ്ടെത്തും. അപ്പോൾ നയനയാണെങ്കിൽ ഇതേ എന്നോട് വീട്ടിൽ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ആദർശേട്ടനെ ഒറ്റയ്ക്ക് വിടാനുള്ളൊരു മനസ്ഥിതി എനിക്കില്ല. ഞാനും കൂടി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ എനിക്കും കൂടി ഒരു മനസ്സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നന്ദു ഞാൻ ആദർശേട്ടനോടൊപ്പം പുറപ്പെട്ട് ഇറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെ കാണിക്കണം. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്ത് പറഞ്ഞ് മോള് അബിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തോ? ഈ ജോലിയിൽ നിന്ന് പിന്മാറാനായിട്ട് പറഞ്ഞോ എന്നൊക്കെ കനകത്തോട് ചോദിച്ചപ്പോഴേക്ക് ഇല്ല ഗോവിന്ദേട്ടാ, അവളങ്ങനെ പറഞ്ഞില്ല. അവൾ എന്നോട് ചൂടായി കയറിയാണ് സംസാരിച്ചത്. അവൻ ആ ജോലിക്ക് പോകുമെന്ന് തന്നെയാണ് നവ്യ എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കനകം, വിളിക്കണ്ട എന്നൊക്കെ. എന്നിട്ട് നീ അത് പറഞ്ഞിട്ട് കേട്ടോ? കേട്ടില്ല. ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവങ്ങളായില്ലേ? നവ്യ മോൾക്ക് കുറച്ച് വാശി കൂടുതലാണ്, അതുകൊണ്ട് നീ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഗോവിന്ദേട്ടാ. കാരണം അവൾ സത്യങ്ങൾ അറിയണം. അങ്ങനെ അറിയാത്തടത്തോളം കാലം അവൾ ഇങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളായിട്ട് അവളോട് സത്യം പറയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് വേണ്ട കനകം. കാരണം നവ്യ മോള് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് അറിയാലോ. അതുകൊണ്ട് അവരുടെ പാടിന് അവരെന്താണ് കാണിക്കട്ടെ എന്നേ. അവൾ തന്നെ പറഞ്ഞില്ലേ, മൂർത്തി മുത്തശ്ശൻ തന്നെ അവനോട് മാനേജറായിട്ട് ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞില്ലേ. അത് സാറങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ. അവൾ ഇങ്ങനെ ആ കുടുംബം തകർക്കാൻ വേണ്ടി ആ കുടുംബത്തിൻ്റെ ഒരു ശത്രുവിൻ്റെ കമ്പനിയിലേക്ക് പോകുമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും ഗോവിന്ദേട്ടാ? അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഗോവിന്ദേട്ടെന്ന് പറയണ കനക. നീ എന്തിനുള്ള പുറപ്പാടാണ്? നമ്മൾ നയനമോളോടൊക്കെ പറഞ്ഞിരിക്കുമല്ലേ. അങ്ങനെ നയനമോള് പോലും ഇവളോട് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് പറയുന്നത്? പറയണം. ആദർശ് മോനെ എത്ര പ്രാവശ്യമാണ് ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാവമാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ ഇവളുടെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം സഹിച്ചെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കേട്ടും സഹിച്ചൊന്നും എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല ഗോവിന്ദേട്ടാ. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ തീരുമാനത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ എനിക്കിതിലിനി കൂടുതൽ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല ഗോവിന്ദേട്ടാ എന്നിങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ നവ്യയെ കാണിക്കുകയാണ്. അപ്പോൾ നവ്യ ആണെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നവ്യ അബിയോട് പറയുന്നുണ്ട്, ഇന്ന് എത്രയും പെട്ടെന്ന് ആ ജോലിക്ക് കയറണം. ഇനി ആരുടെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ശരി നവ്യ, നമുക്ക് ഏതായാലും ഈ ജോലിക്ക് കയറണം. ഞാൻ ആരുടെയും കാര്യങ്ങൾ വിശ്വസിക്കുള്ളൂ. ഞാൻ നിന്നെ മാത്രമേ വിശ്വസിക്കുള്ളൂ. നീ പറയുന്നതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. അവർ പറയുന്നൊന്നും കേൾക്കാനായിട്ട് ഞാൻ തയ്യാറാകത്തുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ അഭി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്ക് നവ്യക്ക് വീണ്ടും അമ്മയുടെ കോള് വരികയാണ്. വീണ്ടും എന്തിനാ അമ്മ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്ക് നവ്യ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിന്? എന്നെ കാണണം എന്തിനാണ്? വീണ്ടും ഓരോ കാര്യങ്ങൾ പറയാനോ? വേണ്ടമ്മേ, എന്നെ കാണണ്ട, എന്നോട് സംസാരിക്കാൻ വേണ്ട. നവ്യ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് നിന്നെ കാണണം. ചില കാര്യങ്ങളെല്ലാം അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയോട്? അല്ല, ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനായിട്ട് അമ്മയ്ക്ക് താല്പര്യമില്ലേ? നമുക്ക് ഞങ്ങളുടെ കുശുമ്പാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? നീ നന്നായിട്ട് ജീവിച്ചോ, നീ നല്ല രീതിയിൽ തന്നെ ജീവിച്ചോ. പക്ഷെ നീ അറിയാതെ പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതറിയിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതുകൊണ്ട് നീ എന്നെ കാണാൻ വന്നേ മതിയാവുള്ളൂ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ദേവയാനിയുടെ മുന്നിലും ബാക്കിയുള്ളവരുടെ മുന്നിലും നിന്റെ ഭർത്താവും നിന്റെ അമ്മായിയമ്മയൊക്കെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? അവർ പറയുന്നതിനനുസരിച്ച് അവിടുത്തെ വീട്ടുജോലിയും ചെയ്ത് അവിടുത്തെ കാറും വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുന്നില്ലേ നിന്റെ ഭർത്താവും നിന്റെ അമ്മായിയമ്മയൊക്കെ? അത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാക്കണ്ടേ നവ്യ? അതിനുള്ള സത്യം നിനക്കറിയണ്ടേ? ഈ അമ്മ വിളിക്കുന്നത് ചില കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം വിചാരിച്ചു നിന്നോടൊന്നും പറയണ്ടായെന്ന്. പക്ഷെ നീ അറിയണം നവ്യ, ചില കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞാലേ മതിയാവുള്ളൂ. അതുകൊണ്ട് നീ വരണം എന്നെ കാണാനായിട്ട്. ഇത് കിട്ടിയപ്പോഴേക്കും ശരി, അമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ കേൾക്കാം.
ഞാൻ അമ്മയെ കാണാൻ വരാം. അല്ല നീ അമ്മ ഇങ്ങോട്ട് വരുന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്ക് വേണ്ട, രണ്ടും വേണ്ട, നീ കടപ്പുറത്തേക്ക് വന്നാൽ മതി, നമുക്ക് അവിടെ നിന്ന് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. ശരി അമ്മേ, ഞാൻ ഏതായാലും അമ്മയെ കാണാൻ വേണ്ടി കടപ്പുറത്തേക്ക് വന്നോളാം, ഞാനിപ്പോൾ തന്നെ ഒരുങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശരി ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് നമ്മുടെ കനക തിരിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുകയാണ്, നീ അവളോട് പറയാനായിട്ട് ഒരുങ്ങുവാണോ? അതെ, ഞാൻ ഏതായാലും അവളോട് സത്യങ്ങളെല്ലാം പറയാനായിട്ട് ഒരുങ്ങുകയാണ് ഗോവിന്ദേട്ടാ. ഇനി ഇതെനിക്ക് മൂടി വെക്കാനായിട്ട് സാധിക്കില്ല. നീ എന്തിനുള്ള പുറപ്പാടാണ് കനകം? ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ട എന്ന്. നയന മോളോട് പോലും ഒരു വാക്ക് പോലും ചോദിക്കാതെ വേണ്ട. എന്തിനാണ് നയന മോളോട് വാക്ക് ചോദിക്കുന്നത്? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും ഗോവിന്ദേട്ടാ. കാരണം ഇനിയും അവളെ വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തീസ് കമ്പനിയുടെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണക്കാരി അവളായിട്ട് മാറും. അവൾ ഏതായാലും AN ജ്വല്ലറിയിൽ മോഡലായിട്ട് കയറി. ശരി, അതെല്ലാം പോട്ടെ എന്ന് വിചാരിക്കാം. അതുകൂടാതെ തന്നെ അവളതേ ഇപ്പോൾ അബിയെ, ഒരു കഴിവില്ലാത്തവനെ കൊണ്ട് AN ജ്വല്ലറിയിൽ മാനേജറാക്കി നിർത്താനായിട്ട് പോകുന്നു. അത് മൂർത്തീസ് കമ്പനിയെ തകർക്കാൻ വേണ്ടി നടക്കുകയാണ് AN ജ്വല്ലറി. അപ്പോൾ പിന്നെ AN ജ്വല്ലറിയിലെ ജോലിക്ക് പോകാനായിട്ട് ഞാൻ അവനെ സമ്മതിക്കില്ല. അവനോട് ഞാൻ വാണിങ്ങി കൊടുത്തു, പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് അവൻ തയ്യാറായില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സത്യങ്ങളെല്ലാം പറയണ്ടേ? അല്ലെങ്കിൽ അത് പ്രശ്നമാവും ഗോവിന്ദേട്ടൻ. അതല്ല, നയന മോളെ പോലെ അല്ല നവ്യ. നയന ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളത് വിശ്വസിച്ചില്ല. അതിലൂടെ ഒരു അന്വേഷണം നടത്തി നയന മോള്. അപ്പോൾ ആ ഒരു പക്വത നയനയ്ക്കുണ്ട്. പക്ഷെ നവ്യ അങ്ങനെയല്ല. ഈ അഭിയുടെ മോളാണ് ചന്തുമോള് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നവ്യ അവിടെ കൂടുതലൊന്നും ചിന്തിക്കില്ല. അവൻ എല്ലാത്തിനും തീർക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും എനിക്കറിയേണ്ട കാര്യേ ഇല്ല. അവൾ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ. അതൊന്നും എനിക്കറിയേണ്ട പ്രശ്നമില്ല. പക്ഷേ ആ കുടുംബത്തോട് എനിക്ക് കൂറ് പുലർത്തിയ മതിയാവുള്ളൂ ഗോവിന്ദേട്ടാ. അതുകൊണ്ടാണ് അവൾ സത്യം അറിയണമെങ്കിൽ സത്യം അറിയട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാലും കനകം ഒന്നും കൂടി ആലോചിച്ചിട്ട് ആലോചിക്കാനും ഇല്ല. ഇനി ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അവളോട് സത്യം പറയണം. ഞാനേ ഏതായാലും പെട്ടെന്ന് പോയി ഒരുങ്ങട്ടെ ഗോവിന്ദേട്ടാ, അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് കനക നേരെ റൂമിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ഒരുങ്ങുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അഭി വരികയാണ്. അപ്പോൾ അഭി വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇത് എവിടെ പോകും, നിനക്ക് ഷൂട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ എനിക്ക് ഷൂട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഇത് കേട്ടാ അഭിയുടെ കിളി പാറി പോവുകയാണ്. പറയാനുണ്ടെന്നോ? എന്ത് പറയാനുണ്ടെന്ന്? അതൊന്നും അറിയില്ല, അമ്മയെ കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ എന്ത് പറയാനുണ്ടെന്ന്. അല്ല, നീ എന്തിനിപ്പോൾ അമ്മയെ കാണാൻ പോകുന്നത്? അമ്മ അങ്ങനെ ചുമ്മാ പലതൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മയെ എന്നോട് പറഞ്ഞതാ ഇങ്ങോട്ട് വരാമെന്ന്. പക്ഷേ അമ്മയെ പറഞ്ഞത് വേണ്ട, നമുക്ക് കടപ്പുറത്ത് വെച്ച് കാണാമെന്നാണ് അമ്മ പറഞ്ഞത്. അവിടെ വെച്ച് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. നവ്യ, നമ്മൾ രണ്ടുപേരെയും വേർപിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പലരും ചെയ്തു കൂട്ടും. അതുകൊണ്ട് നിന്നോട് പല കാര്യങ്ങളും പറയും. അങ്ങനെ പല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ഞാൻ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അഭി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പോകുന്നത് വിചാരിച്ചാൽ എൻ്റെ അമ്മയെ കാണാനല്ലേ പോകുന്നത്? അമ്മയല്ലേ വിളിച്ചത്? അപ്പം എനിക്ക് പോകാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. എനിക്ക് പേടിയുന്നില്ല. അല്ല നവ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മകൾ തന്നെയാണോ നീ? എന്താടാ, നിനക്കെന്താ സംശയമാണോ? അല്ല, ഈ നയനയോടും നന്ദുവിനോടൊക്കെ കാണിക്കുന്ന സ്നേഹമൊന്നും നിന്നോട് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, എനിക്കൊരു സംശയമുണ്ട്, നിന്നോട് എപ്പോഴും എതിർത്താണല്ലോ അവർ സംസാരിക്കുന്നത്. എന്താടാ, അവരെന്നെ ദത്തെടുത്തതെന്നാണോ നീ പറയുന്നത്? അങ്ങനത്തെ സംശയങ്ങളൊന്നും എനിക്കില്ല. ആ കാര്യത്തിൽ നീ സംശയിക്കുകയും വേണ്ട. അതല്ല നവ്യ, നിന്റെ അവരുടെ മുഖഛായം അല്ല നിനക്ക്, രണ്ടുപേരുടെയും മുഖഛായം നിനക്കില്ല നവ്യ. അഭി, എനിക്ക് കലി വരുന്നുണ്ട്. ഇനി ഇക്കാര്യത്തെക്കുറിച്ച് മേലെ സംസാരിക്കാൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? ഞാൻ ഏതായാലും അമ്മയെ കാണാനായിട്ട് പോവാണ്, അമ്മയെ കണ്ട് അമ്മയോട് സംസാരിക്കാനായിട്ട് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങാം.
അഭിയാണെങ്കിൽ പേടിച്ചു പോയൊരവസ്ഥ. ജലജയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ജലജ പറയുകയാണ്, അയ്യോ അവള് അതേ കനകത്തെ കാണാൻ പോയോ, ദൈവമേ അവൾ എന്തെങ്കിലും സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും എൻ്റെ അഭി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക്, അതെ അമ്മേ ആ ഒരു പേടി എനിക്കുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. ദേ അവള് സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളൊക്കെ. അവള് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ, നിന്നെയും കൊല്ലും അവളും ചാകുമെന്ന്. അല്ല ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവര് മകളെക്കുറിച്ച് ഒരു ചിന്തയില്ല അവർക്ക്. മകളോട് സത്യങ്ങൾ പറഞ്ഞാൽ മകളുടെ ജീവന് ആപത്താണെന്ന് അവർ മനസ്സിലാക്കണ്ടേ? അതുപോലും മനസ്സിലാക്കാത്ത സ്ത്രീയാണ് ഇവര് എന്നൊക്കെ ഇങ്ങനെ അഭിയോട് പറയാണ്. അഭി ഇതെല്ലാം കേട്ട് ആകെ കിളി പോയൊരവസ്ഥയിലും. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.